ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സരയൂനെയാണ്. സരയോ പയസിൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി പോയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. എടാ ദേ പയസിനെ അന്വേഷിച്ചേ കിരൺ നടക്കുന്നുണ്ട്, അവനോടെ അവൻ്റെ കൺമുമ്പിൽ ഒന്ന് പോയി പെടണ്ടാന്ന് പറ. പെട്ടുകഴിഞ്ഞാലേ തലയോട്ടിയും എല്ലും കഷ്ണം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, അറിയാലോ എന്ന് പറയുമ്പോഴേക്കും അറിയാം, നിങ്ങളുടെ അച്ഛൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനെയാണല്ലോ നിങ്ങളുടെ അച്ഛനാ ആ കിരൺ കൊന്നത് എന്ന് പറയാണ്. അത് കേൾക്കണ സരിയു പറയുന്നുണ്ട്. എടാ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അവനോട് സൂക്ഷിക്കണമെന്ന് പറയാനായിട്ട്. അല്ല, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛനെ കൊന്നവനാണല്ലോ ഈ കിരൺ, പിന്നെ നിങ്ങൾ എന്തിനാ ആ കിരണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതൊക്കെ എൻ്റെ കാര്യമാണ്, അതൊന്നും നിങ്ങൾ ഇടപെടേണ്ട. ആ പൈസനെ കാണണമെങ്കിൽ ഇതേ ഈ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് സരിയോ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ പൈസ മിക്കവാറും പൈസൻ്റെ കയ്യിൽ എത്തില്ല, നിങ്ങളുടെയൊക്കെ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം എന്ന് പറയണേ. അയ്യോ എൻ്റെ പെങ്ങളെ, അവനെ കാണുവാണെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, അവനെ വിളിച്ചിട്ട് നമ്പറിലൊന്നും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, അവൻ എവിടെയോ ഒളിവിൽ മാറിയിരിക്കുകയാണ്. പിന്നെ അവൻ്റെ കയ്യിൽ ഫോണും ഇല്ല. എനിക്ക് തോന്നുന്നു അന്നത്തെ സംഭവത്തോടു കൂടി തന്നെ അവൻ ആ ഫോൺ ഏതിലും ആറ്റിലോ പുഴയിലോ എറിഞ്ഞു കാണുമായിരിക്കും, അതായിരിക്കും അവനെ വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ട്. പിന്നെ അന്ന് കുത്താൻ വന്നപ്പോഴേക്കും കുത്തുകൊണ്ടത് വേറൊരാളുടെ വയറ്റിലാണല്ലോ എന്ന് അവർ പറയുമ്പോഴേക്കും സരിയു പറയണ്ടേ. എടാ അത് വേറൊരാളൊന്നുമല്ല, എൻ്റെ അമ്മയാണ്. നിങ്ങളുടെ വാർത്താമേലെ കഥകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണം. ആ സമയത്ത് സരിയു പറയണ്ടേ, എന്തായാലും അവനെ കാണുവാണെങ്കിൽ സൂക്ഷിക്കാൻ പറയണം. പിന്നെ വേറൊരു കാര്യം, അഥവാ അവനെ പിടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കിരണിനും അതുപോലെ തന്നെ അവർക്ക് പിടി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ പേര് ഒരിക്കലും പറയരുതെന്ന് പറയണം, മനസ്സിലായോ? അതിനാണ് ഈ പൈസ തരുന്നത്. മനസ്സിലായി പെങ്ങളെ, അവനെ കാണുവാണെങ്കിൽ പെങ്ങള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് ആ കൂട്ടുകാരന്മാർ പരസ്പരം പറഞ്ഞു, കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നു, ഇനി പൈസക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് പൈസയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രൂപേനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയാണ്. രൂപയും ചന്ദ്രസേനയും പരസ്പരം താരനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ താരക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, അതേ ചന്ദ്രേട്ടാ എനിക്കും അതാ മനസ്സിലാവാത്തത്. ഒരു കാര്യം ചെയ്യാം, അവളെ വേണമെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങോട്ട് വിളിച്ചു നിർത്താം എന്ന് രൂപ പറയുമ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞിട്ട്, അവൾ അങ്ങനെ വരുമെന്ന് തോന്നണമെന്നില്ല, പിന്നെ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും, ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം, അവൾ എന്തുകൊണ്ടാ ഇങ്ങനെ ആയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സരിയു അവിടേക്ക് വരുവാട്ടോ. സരിയു വരുമ്പോഴേക്കും നമ്മുടെ രൂപ പറയുന്നുണ്ടാ, ദേ വന്നല്ലോ അവരുടെ മോള്, വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേന പറയുന്നുണ്ട് കേട്ടോ, മോളെ ഞങ്ങളെ താരനെ കുറിച്ച് പറയായിരുന്നു, അവൾക്ക് എന്താ മോളെ സംഭവിച്ചത്? അയ്യോ എനിക്കറിയില്ലെങ്കിലേ, എന്ത് ചോദിച്ചാലും അമ്മ കറക്റ്റായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ കിരണും കല്യാണൊക്കെ കുറച്ച് നാളായിട്ട് മനോഹറായിട്ട് ഒന്നിക്ക് മനോഹറിനെ സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനും അവനെ കാണാൻ വേണ്ടി ജയിലിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ഇനി അതാണോ അമ്മക്ക് ഇഷ്ടക്കുറവായെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നത് അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സരിയു പറയുമ്പോൾ രൂപ പറയണ്ട്, അത് ചിലപ്പോ ശരിയായിരിക്കും ചന്ദ്രേട്ടാ, കാരണം മോളോട് അത്രമാത്രം ക്രൂരതയാണല്ലോ അവൻ ചെയ്തത്, നീ ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്ന് ചന്ദ്രസേന പറയണം. എന്നിട്ടും നീ വഴിതെറ്റി പോയില്ലേ? പക്ഷെ മനോഹറിന്റെ കാര്യം അങ്ങനെയായിരുന്നോ? മനോഹർ ഒരു സൗകര്യമില്ലാതെ ആരും നോക്കാനില്ലാതെ വളർന്നു വന്നൊരു സ്ഥലത്ത് നിന്ന് വളർന്നതാണ് അവൻ. അപ്പൊ അതുകൊണ്ട് അവന്റെ സ്വഭാവം അങ്ങനെയായി പോയത്. അവനപ്പൊ തെറ്റി നിന്ന് ശരിയിലേക്ക് പോകുമ്പോൾ അവനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുമ്പോഴേക്കും സരിയു പറയണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അമ്മേനെ. പിന്നെ അത് മാത്രമല്ല, കല്യാണിയുടെയും കാർത്തികയുടെയൊക്കെ പൊതു ശത്രുവായിട്ടുള്ള ഗംഗപ്രസാദിനെ കൊന്നതും അവനാണല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലേ, പക്ഷെ അമ്മക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല. രൂപ പറയണ്ട, മോളെ നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മേനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് ദിവസം നിൽക്കാലോ, അല്ലെങ്കിൽ മോളെ കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോയി നിർത്ത്, മോളെ കാണുമ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടുമല്ലോ. അയ്യോ അതൊന്നും വേണ്ട ആൻറ്റി, ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ നോക്കാം, ഈ വരുന്ന സൺഡേ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയാണ്. അല്ല അമ്മ അപ്പം അവിടെ ഉണ്ടോ എന്ന് ചന്ദ്രസേന ചോദിക്കുമ്പോൾ, അമ്മ ഇപ്പോൾ അമ്പലം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, അമ്മ ഇപ്പം അമ്പലത്തിൽ എന്തോ പോയിരിക്കുക, ഏതമ്പലത്തിൽ എന്ന് രൂപ ചോദിക്കുമ്പോൾ അറിയില്ല, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ചന്ദ്രസേന പറയണ്ട, എനിക്ക് മനസ്സിലായി, അവൾ മിക്കപ്പോഴും ആ അമ്പലത്തിൽ പോകണ്ട്, അവളെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ വലിയൊരു ആരാധകയാ, അതുകൊണ്ടായിരിക്കും. എന്തായാലും അവൾ പോയിട്ടൊക്കെ വരട്ടെ, മോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചേക്ക്. പിന്നെ ഞാനിപ്പോൾ വന്നതെങ്കിലേ, നാളെ മനോഹർ പുറത്തിറങ്ങുവാണല്ലോ, അവൻ്റെ കൂടെ കുറച്ച് ദിവസം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് യാമിനി ചേച്ചിനെ അവിടെ നിർത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. യാമിനി അപ്പോൾ രൂപ പറഞ്ഞിട്ട്, യാമിനി അവിടെ വന്ന് നിന്നോളും, അഥവാ യാമിനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഏർപ്പാടായിക്കോളാം, ഞാൻ നാളെ മനോഹർ പുറത്തിറങ്ങുമ്പോൾ മനോഹരെ കൂട്ടിക്കൊണ്ട് വന്നാലെന്ന് വിചാരിക്കുന്നത് എന്ന് സരിയു പറയുമ്പോൾ ചന്ദ്രസേന ചോദിക്കണം, മോളെ നീ തന്നെയാണ് പറയണത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്കിളെ തെറ്റ് ഞാനും ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് മനോഹറിനെ പൊറുക്കാനൊക്കെ എനിക്ക് പറ്റൂ. പിന്നെ വേറൊരു കാര്യം,
മനോഹറിന്റെ കൂടെ പഴയ പോലെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ മോൾ ആലോചിച്ച് എന്താ ചെയ്താൽ മതി. എന്തായാലും മനോഹറിനെ കൂട്ടിക്കൊണ്ടാന്ന് മോൾ പറഞ്ഞല്ലോ, അതെന്നെ വലിയ കാര്യം. പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ, മോൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാലോ. ശരിയെങ്കില് എന്ന് ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയു അവിടെ നമ്മൾ പോകുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ രതീഷിനെയും കാർത്തികനെയും ലക്ഷ്മിമേനെയാണ്. കാർത്തികൻ ലക്ഷ്മിമേ രതീഷിനോട് പറയണ്ടോ, ഷോ എന്നാലും ഇത് വല്ലാതെ കഷ്ടമായല്ലോ, മിക്കവാറും ആ ഗംഗയുടെ കൂട്ടുകാരൻ തന്നെയായിരിക്കും ഷാരിനെ കുത്തിയത് എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയണ്ടേ, ഗംഗയുടെ കൂട്ടുകാരനാവാൻ വഴിയില്ല, പയസാണെന്ന് കല്യാണി തിരിച്ചറിഞ്ഞല്ലോ. ലക്ഷ്മി പറയുന്നു കേട്ടോ. അതിനെ ഗംഗയുടെ കൂട്ടുകാരും ഇപ്പൊ വിക്രത്തിന്റെ കൂട്ടുകാരും ഒന്നായോന്ന് അറിയില്ലല്ലോ രതീഷെ. അത് പറഞ്ഞത് ശരിയാണ്, ചിലപ്പോ അങ്ങനെ ആയെന്നിരിക്കാം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് കിരൺ അവിടേക്ക് വരുന്നത്. രതീഷെ, അതെ, ആ പയസ് എവിടെയാ ഉള്ളതെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. സേവരനെ വിളിച്ചിരുന്നു, അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല. നമുക്കിത് രാത്രി തന്നെ അവനെ പൊക്കണം, എന്നിട്ട് കാട്ടിലേക്ക് കൊണ്ടുവിടണം. ശരി സാറേ, നമുക്കതുപോലെ ചെയ്യാം എന്ന് രതീഷ് പറയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കാൻ മനോഹറിനെയാണ്. മനോഹർ പരോളിൽ കിട്ടിയപ്പോഴേക്കും പ്രകാശിനോട് പറയണ്ടെങ്കിലേ, ഞാനെന്നാ നാളെ രാവിലെ പോകും കേട്ടോ, പോയിട്ട് വാടാ, മകളുടെയും ഭാര്യയുടെയും കൂടെ സുഖമായിട്ട് ജീവിച്ചിട്ട് വാ. മക്കളുടെയും ഭാര്യയുടെ കൂടെ ഒക്കെ ജീവിക്കണതേ ശരിക്കും പറഞ്ഞാൽ പുണ്യമായിട്ടാണ്. നല്ല മക്കളെയും ഭാര്യയൊക്കെ കിട്ടണത് നല്ലൊരു കാര്യമാണ്. നിനക്ക് അങ്ങനത്തെ ഒരു ഭാര്യയും മക്കളെയും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അവരുടെ കൂടെ സുഖമായിട്ടൊക്കെ ജീവിച്ചിട്ട് വാ. ശരി അങ്കിളെ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാണ്. അപ്പൊ പ്രകാശനോട് അവിടെ ഉണ്ടായിരുന്ന വേറെ 2 ജയിൽ പുള്ളികൾ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നിട്ട് 7 വർഷം, ആകെ 3 പ്രാവശ്യമാണ് പരോള് കിട്ടിയത്. അവന്റെ ഭാഗ്യം എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞ അതാ ചന്ദ്രസേനൻ സാർ ഏർപ്പാടാക്കി കൊടുത്തേക്ക് പരോള് പെട്ടെന്ന്, അല്ലെങ്കിൽ അവനെ പരോള് പെട്ടെന്ന് കിട്ടില്ലായിരുന്നല്ലോ. എന്തായാലും അവൻ മകളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെ കൂടെ സുഖമായിട്ടൊക്കെ നിന്നിട്ട് വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ മനോഹർ പുറത്തിറങ്ങുമ്പോൾ മനോഹറിനെയും കാത്തുകൊണ്ട് സരിയു പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. മനോഹർ വേഗം സരിയുടെ അടുത്തേക്ക് പോവാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സരിയു എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നെന്ന്. അപ്പോൾ സരിയു പറഞ്ഞിട്ട്, ഞാൻ പറയില്ല മനോഹറെ, എനിക്ക് മനോഹറിനോട് ഇപ്പോൾ മനുവേട്ടനോട് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഭാര്യ ഭർത്താവ് ബന്ധം ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് സരിയു പറയുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാട്ടോ. എന്നിട്ട് പിന്നെ അവർ കാറിലേക്ക് കയറുന്നുണ്ട്. മനോഹർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ആദ്യം എവിടേക്കാണ് പോകുന്നത്? സരിയു പറയാണ്, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, അമ്മേനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാം. പാവം ഷാരിയാനിക്ക് കുത്തു കിട്ടിയല്ലേ, കല്യാണിനെ കുത്താൻ വേണ്ടി വന്നവരാണ് ഷാരിയാനിനെ കുത്തിയല്ലേ, ആരാണ് കുത്തിയെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, മിക്കവാറും ഗംഗയുടെ കൂട്ടുകാരനായിരിക്കും എന്ന് മനോഹർ പറയുമ്പോഴേക്കും സരിയു പറയണ്ട, അതെ അതെ, അവന്റെ കൂട്ടുകാരനാവാൻ തന്നെയാണ് ചാൻസ്. എന്തായാലും അമ്മേനെ കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ താരാന്റെ വീട്ടിൽ തന്നെയുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അമ്മ വീട്ടിലുണ്ട്, പക്ഷെ അമ്പലവും പൂജയൊക്കെ ആയിട്ട് മിക്കവാറും പുറത്ത് തന്നെയാ. പിന്നെ മനുവേട്ടനോട് അമ്മക്കുള്ള സമീപനമൊക്കെ മോശമായിരിക്കും. അമ്മക്ക് ഇപ്പോഴും മനുവേട്ടനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് സരുവിന്റെ അമ്മനെ ഒരിക്കലും കുറ്റം പറയില്ല. അങ്ങനെ ആർക്കും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഞാൻ ചെയ്തേക്കണത്. സരിയോ പറയണ്ട, തെറ്റ് മനുവേട്ടൻ മാത്രമല്ലല്ലോ, ഞാനും ഒരുപാട് തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പറയാണ്. സരുവിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കേട്ടോ. ഭാര്യ ഭർത്താവ് ബന്ധുവായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, സരുവിനെ പറ്റുന്ന എപ്പോഴാണ് അപ്പം മതി, ഞാൻ ഒരിക്കലും സരിവിനെ നിർബന്ധിക്കില്ല എന്നൊക്കെ പറയാണ്. അതിനുശേഷം മനോഹർ പറയണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കിരണിനെ പോലത്തെ നല്ലൊരു ചെറുപ്പക്കാരനെ, നല്ലൊരു പെൺകുട്ടിനെ തന്നെയാണ് കിട്ടിയത്, കല്യാണിനെ പോലത്തെ. അവർ തമ്മിൽ തന്നെയാണ് ഒന്നിക്കേണ്ടത്, അവരാണ് മാതൃക ദമ്പതിമാർ എന്നിങ്ങനെ മനോഹർ പറയുമ്പോൾ സരിയു മനസ്സിൽ വെക്കണം, എടാ അവരല്ലടാ മാതൃക ദമ്പതിമാർ, ഞാനും കിരണുമാണ്, നിനക്ക് ഉടനെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛത്തോടെ കാറിൽ നിന്ന് ചിരിക്കുന്ന സരിയുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.